SSLC പരീക്ഷയുടെ മൂല്യനിർണ്ണയ ക്യാമ്പുകൾ ഇന്ന് ആരംഭിക്കും. 15,000-ലധികം അധ്യാപകരെ മൂല്യനിർണ്ണയത്തിന് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഏപ്രിൽ 16-നാണ് ഫലപ്രഖ്യാപനം. SSLC പരീക്ഷയുടെ മൂല്യനിർണ്ണയം ഇത്തവണ റെക്കോർഡ് വേഗത്തിലാണ് പൂർത്തിയാകുന്നത്. മൂല്യനിർണ്ണയ ക്യാമ്പുകൾ ഇന്ന് രാവിലെ മുതൽ ആരംഭിക്കും. ടാബുലേഷൻ ഏപ്രിൽ 10-ന് പൂർത്തിയാകും. ഏപ്രിൽ 16-നാണ് ഫലപ്രഖ്യാപനം. ഇത്തവണ 8 ദിവസം കൊണ്ടാണ് മൂല്യനിർണ്ണയം പൂർത്തിയാകുന്നത്. കൃത്രിമങ്ങൾ ഒഴിവാക്കാൻ പെൻസിൽ ഉപയോഗിച്ചാണ് ഇത്തവണ മൂല്യനിർണ്ണയം. ഓരോ ദിവസത്തെയും മൂല്യനിർണ്ണയം പൂർത്തിയായ ശേഷം വിവരങ്ങൾ അന്നന്ന് തന്നെ ഡേറ്റാ സെർവറിൽ അപ്ലോഡ് ചെയ്യും. ഇതിനായുള്ള ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. മൂല്യനിർണ്ണയത്തിനായി ഓപ്ഷൻ നൽകാത്ത അധ്യാപകരെയും ഇത്തവണ ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുണ്ട്. 15,000-ലധികം അധ്യാപകർക്കാണ് ഇത്തവണ മൂല്യനിർണ്ണയ ചുമതലയുള്ളത്. 2.5 മണിക്കൂർ ദൈർഘ്യമുള്ള പരീക്ഷാ പേപ്പർ 24 എണ്ണവും 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള പേപ്പർ 36 എണ്ണത്തിൻ്റെയും മൂല്യനിർണ്ണയമാണ് ഒരു ദിവസം ഒരു അധ്യാപകൻ പൂർത്തിയാക്കേണ്ടത്. അതേസമയം അധികം അധ്യാപകരെ ഡ്യൂട്ടിക്ക് നിയോഗിച്ചതിനാൽ ഒരു അധ്യാപകൻ പ്രതിദിനം 30 പേപ്പറിലധികം നോക്കേണ്ടി വരില്ലെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ വിശദീകരണം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.